നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 1, 2026 പുതുവത്സരമാണ്. ഏവർക്കും പുതുവത്സരാശംസകൾ. 2025 നിഫ്റ്റി ഏകദേശം 10% മുകളിലുള്ള നേട്ടമാണ് ഉണ്ടാക്കിയത്. സെൻസെക്സ് 9%. 2026 ഈ നേട്ടം തുടരും എന്ന് തന്നെയാണ് പല പ്രമുഖ ബ്രോക്കേജ് സ്ഥാപനങ്ങളും പറയുന്നത്. ഇനി ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്ക് വരാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ പുതുവത്സരത്തിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം 2025 സെൻസെക്സും നിഫ്റ്റിയും തുടർച്ചയായിട്ടുള്ള 10ാമത്തെ വർഷം നേട്ടം നിലനിർത്തി. ഏകദേശം 9 മുതൽ 10% വരുമാനമാണ് 2025 സെൻസെക്സ് നിഫ്റ്റിയും നേടിയത്. 2026 ഇന്ത്യൻ ഓഹരി വിപണികളെ കുറിച്ചുള്ള ബ്രോക്കറേജുകളുടെ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നു. പ്രമുഖ ആഭ്യന്തര ആഗോള ബ്രോക്കറേജുമാരുടെ കണക്കുകൾ പ്രകാരം 2026 വിപണികൾ 10 മുതൽ 26% വരെ ഉയരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ അഭിപ്രായത്തിൽ, അതായത് ആക്സിസ് സെക്യൂരിറ്റീസ് പറയുന്നത് 29,500 നിഫ്റ്റി എത്തും എന്നാണ്. സിറ്റി റിസർച്ച് 28,500 എത്തുമെന്നും, MK ഗ്ലോബൽ ഫിനാൻഷ്യൽ സർവീസസ് 29,000, ഗോൾഡ്മാൻ സാച്ചസ് 29,000, ICICI സെക്യൂരിറ്റീസ് 29,500, JP മോർഗൻ 33,000, കൊട്ടാക് സെക്യൂരിറ്റീസ് 32,032, നുമോറ മീഡിയൻ തുടങ്ങിയവ 29,500 പ്രവചിക്കുന്നത്. ഇപ്പോൾ നടത്തിയ GST റാഷണലൈസേഷനും ഇനി വരാൻ പോകുന്ന പലിശ നിരക്ക് കുറയ്ക്കലും അനുകൂലമായ പണപ്പെരുപ്പം, അനുകൂലമായ മൺസൂൺ, തുടർച്ചയായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മൂലധന ചെലവുകളും എന്നിവയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പോസിറ്റീവ് പ്രതീക്ഷയെ പിന്തുണയ്ക്കുന്നു. ഇനി അപകട സാധ്യതകളായി ഇതിൽ കാണാൻ കഴിയുന്നത് ഭൂരാഷ്ട്രീയ സംഘർഷങ്ങൾ, കറൻസി ചാഞ്ചാട്ടം തുടങ്ങിയവയൊക്കെയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. കുറഞ്ഞ വിലയിലുള്ള ഇറക്കുമതി നിയന്ത്രിക്കുന്നതിനും ആഭ്യന്തര വില സ്ഥിരപ്പെടുത്തുന്നതിനുമായി 2028 ഏപ്രിൽ വരെ അലോയ് സ്റ്റീൽ ഫ്ലാറ്റ് ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതിക്ക് സർക്കാർ അന്തിമ സുരക്ഷാ തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റീൽ ഓഹരികൾ കുതിച്ചുയർന്നു. ഇറക്കുമതിയിലെ കുത്തനെയുള്ള വർധനവ് ആഭ്യന്തര ഉൽപ്പാദകരെ ബാധിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് 2026 ഏപ്രിൽ വരെ തീരുവ 12% തുടരും എന്ന് പ്രഖ്യാപിച്ച്. 2ാം വർഷം 11.5%, 3ാം വർഷം 11% കുറയും. ഏതായാലും സ്റ്റീൽ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണിത്. സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയും കൂടിയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. പൊതുജനങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി 100 മില്ലിഗ്രാമിൽ കൂടുതലുള്ള നിമസലൈഡ് ടാബ്ലറ്റുകളും സിറപ്പുകളും ഉടനടി പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കേന്ദ്രം നിരോധിച്ചു. കരൾ സുരക്ഷാ അപകട സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുകയും ഉയർന്ന ഡോസ് ഫോർമുലേഷനുകൾ നിരോധിക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്ത ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ വിലയിരുത്തലിനെ തുടർന്നാണ് ഈ തീരുമാനം. ഏതായാലും ഈ ഒരു വാർത്ത പ്രമുഖ ഫാർമ കമ്പനികൾക്കൊക്കെ നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. 2025 അവസാന വ്യാപാര സെഷനിൽ വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട സൂചികകളെല്ലാം ഇടിഞ്ഞു. ഡൗ ജോൺസ് 300 പോയിന്റ്സിലേറെ ഇടിയുകയുണ്ടായി. എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് അനിശ്ചിതത്വങ്ങളും AI കേന്ദ്രീകൃത ഓഹരികളിലെ നേട്ടവുമൊക്കെ കാരണം 2025 മികച്ച നേട്ടമാണ് US വിപണികൾ കരസ്ഥമാക്കിയത്. ഡൗ ജോൺസ് സൂചിക തുടർച്ചയായിട്ടുള്ള 8ാമത്തെ മാസവും നേട്ടം രേഖപ്പെടുത്തി. 2017-18 ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ മുന്നേറ്റം കൂടിയാണിത്. ഇന്നലെ US ഇടിവുണ്ടാക്കിയ പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ എനർജി സ്റ്റോക്കുകൾ, ടെക്നോളജി സ്റ്റോക്കുകൾ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ലൂസേഴ്സായി മാറിയത്. അതിൽ തന്നെ മൈക്രോസോഫ്റ്റ് 0.8% ഇടിഞ്ഞു. തിരികെ 2025 വന്നാൽ ഇന്ത്യൻ വിപണിയിൽ നിഫ്റ്റി 10%, സെൻസെക്സ് 9% നേട്ടവുമാണ് ഉണ്ടാക്കിയത്. എന്നാൽ US മാർക്കറ്റിലേക്ക് വന്നാൽ S&P 500 16.3%, നാസ്ഡാക്ക് 20%, ഡൗ ജോൺസ് 13% നേട്ടവുമാണ് ഉണ്ടാക്കിയത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ്
1% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 0.7% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.17% ഇടിവുണ്ടാക്കിയപ്പോൾ HDFC ബാങ്ക് 0.27% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. യൂറോപ്യൻ വിപണികൾ ഇന്നലെ നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്ന് ജപ്പാൻ, കൊറിയ മാർക്കറ്റുകൾ അവധിയാണ്. ഇനി ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 26,342 എന്ന നിലയിൽ 66 പോയിന്റ്സ് ഉയർന്നാണ്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 40 മുതൽ 45 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ഇപ്പോഴത്തെ ഗോൾഡ് പ്രൈസിലേക്ക്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.1% ഇടിവാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 98,920 രൂപയാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ് കോയിൻ ഇപ്പോൾ $87,000 ട്രേഡ് ചെയ്യുന്നത്. ഇനി ക്രൂഡ് പ്രൈസിലേക്ക് വന്നാൽ 2025 19% ഇടിവാണ് ബ്രന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് ഉണ്ടാക്കിയത്. US WTI ഫ്യൂച്ചേഴ്സ് 20% ഇടിഞ്ഞു. ഇനി ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 0.8% ഇടിവാണ് ഇന്നലെ ഉണ്ടാക്കിയത്. WTI 0.9% ഇടിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം. അതിനു മുന്നേയായി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 55% ഡിസ്കൗണ്ടോടുകൂടി 1,299 രൂപയ്ക്ക് നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ല അവസരമുണ്ട്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതൽ പഠിച്ചു പോകാൻ ബിഗിനേഴ്സിനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ടോപ്പിക്കുകളാണ് നമ്മൾ ഈ സീരീസിൽ കവർ ചെയ്തു പോകുന്നത്. അപ്പോൾ ആ വീഡിയോ സീരീസ് മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ജിൻഡാൽ പോളി ഫിലിംസ് എന്ന കമ്പനി സ്റ്റോക്കിൽ ഇപ്പോൾ ലോസ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 12.8 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 116.6 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 64% ഇടിവ് വന്നിരിക്കുന്നു. 410.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അതർ ഇൻകത്തിലും 80% ഇടിവാണ് വന്നിരിക്കുന്നത്. അടുത്ത കാനറ ബാങ്ക് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സർക്കാർ MDയുടെയും CEOയുടെയും അധിക ചുമതല ഹർദീപ് സിംഗ് അലുവാലിയയ്ക്ക് നൽകി. 3 മാസത്തേക്കാണ് അദ്ദേഹത്തിന് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത് NBCC ഇന്ത്യ എന്ന കമ്പനിയാണ്. മൂല്യമുള്ള പുതിയ ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. 220 കോടി രൂപയുടെ ബാംഗ്ലൂരുവിലെ കാനറ ബാങ്ക് ഓഫീസ് കെട്ടിട പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നു. അടുത്ത് NCC എന്ന കമ്പനിയാണ്. ഡിസംബറിൽ 1,237 കോടി രൂപയുടെ ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. കെട്ടിടത്തിൽ നിന്നും ഗതാഗത പദ്ധതികളിൽ നിന്നുമാണ് ഈ ഓർഡറുകൾ ലഭിച്ചിരിക്കുന്നത്. FID ആക്ടിവിറ്റിയിലേക്ക്. FIS ഇന്നലെയും വലിയ സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. 3,597 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്തത്. DIs ആവട്ടെ 6,760 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 26,130 191 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നമുക്ക് ചാർട്ടിലേക്ക് വരുന്നതിന് മുൻപ് ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോ, പ്രത്യേകിച്ച് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ആ ഒരു എഡ്യൂക്കേഷണൽ വ്യൂ ആരൊക്കെ കണ്ടു എന്നുകൂടി ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം കണ്ടവർക്ക് കൃത്യമായി തന്നെ ഇന്നലെ നല്ല റിവാർഡ് ലഭിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്നലത്തെ ആ ഒരു ഡോജി ക്യാൻഡലിൻ്റെ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട്. ഇനി ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനാണ് സാധ്യതയുള്ളത് എന്ന് നമ്മൾ പറഞ്ഞതാണ്. കൃത്യമായി ഏകദേശം നല്ലൊരു മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻസ് സോൺ ടച്ച് ചെയ്തിട്ടാണ് ചെറിയൊരു റിവേഴ്സൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ആ വീഡിയോ ആരൊക്കെ കണ്ടു, ആർക്കൊക്കെ അത് ഉപകാരപ്രദമായി എന്നുകൂടി ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ ഒട്ടേറെ ദിവസങ്ങളായിട്ട് പറയുന്നത് പോലെ ഈ ഒരു സോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് അതിന് മുകളിലായിട്ട് ഒരു വീക്ക്ലി ക്ലോസിംഗ് വെക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സോണൊക്കെ ബ്രേക്ക് ചെയ്ത് അതിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും അപ്സൈഡിൽ ഓൾ ടൈം ഹൈ ലെവലൊക്കെയാണ് വരുന്നത്. നമ്മളിവിടെ ഒരു സ്വിംഗ് വ്യൂവിലാണ് കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. പക്ഷേ ചില മൂവ്മെൻറ്റുകളൊക്കെ വളരെ പെട്ടെന്ന് നടക്കാറുമുണ്ട്. അങ്ങനെയാണ് ഇന്നലെ വളരെ പെട്ടെന്ന് നമുക്ക് മാർക്കറ്റിൽ ആ ഒരു മൂവ്മെൻറ്റ് ലഭിച്ചത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,200 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,000 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 59,582 411 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ചൊവ്വാഴ്ചയും ഒരു നല്ല ബുള്ളിഷ് ക്യാൻഡിലാണ് ഉണ്ടായത്. അതിനുശേഷം ആ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. നല്ലൊരു പോസിറ്റീവ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഫോം ആയത്. അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷം ചെറിയൊരു റിവേഴ്സൽ വന്നു.
ഇനി ഇതിന് മുകളിലായിട്ട് ഒരു നല്ല ക്ലോസിംഗ് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് കാര്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,500. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.